അപ്പൊ ഞാൻ പറഞ്ഞു വന്ന എന്താ വെച്ചാല് ജനക്ഷേമ പാർട്ടിനെ കുറിച്ചിട്ട് ഇപ്പൊ ഇവിടുത്തെ ഉടുമ്പമലയിലെ ആൾക്കാരോടൊന്നും പ്രത്യേകിച്ച് പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല. അതിലത്തെ പ്രവർത്തകരെന്താന്നും ജനക്ഷേമ പാർട്ടി എന്താന്നുള്ളതൊക്കെ കൃത്യമായിട്ട് അറിയുന്ന ആൾക്കാർ തന്നെയാണ് ഉടുമ്പമലയിലുള്ളത്. അത് സത്യശീലം മനസ്സിലാക്കിയാൽ മതി. നമ്മൾ പല കാര്യത്തിലും ഈ ചില വിരോധാഭാസങ്ങൾ ഉണ്ടാവും. അദ്ദേഹത്തിന്റെ പേര് സത്യശീലൻ എന്നാണെങ്കിലും നാക്കെടുത്ത സത്യം പറയാത്ത സത്യശീലൻ, നാക്കെടുത്ത സത്യം പറയാത്ത ഈ സത്യശീലനാണ് നമ്മളെ കുറിച്ച് പറയുന്നത്. ഞങ്ങളുടെ നേതാവായ സംസ്ഥാന നേതാവായ സുഗതൻ സാറിനെ പറ്റി എന്തെല്ലാം അപവാദങ്ങളാണ് അയാൾ പറഞ്ഞു പരത്തിയത്. സുഗതൻ സാർ ഈ നാടിന് ചെയ്ത സേവനങ്ങൾ നമുക്കൊക്കെ അറിയാം. കാളവണ്ടി ഓടിച്ച് നടന്നിരുന്ന ഈ സ്ഥലത്ത് ആദ്യമായി ടാറിട്ടത് സുഗതൻ സാർ ഭരണത്തിലിരുന്നപ്പോഴാണ്. ഇതിപ്പോ തെളിവില്ലാത്തോണ്ടാണ് നമ്മൾ ഈ ജാതി ആൾക്കാരെ കുറിച്ചൊന്നും വേണ്ടാത്ത പറഞ്ഞത്. അത് നമുക്ക് ഈ ജനക്ഷേമ പാർട്ടിക്ക് ചേർന്നല്ല, അതുകൊണ്ട് പറയാത്താണ്. അതുകൊണ്ടാ പറയാത്തേ. ഇദ്ദേഹം ഒരു സ്ത്രീലമ്പടനാന്നുള്ള കാര്യമൊക്കെ ഇവിടെ ഉടുമ്പമലയിലുള്ള ആൾക്കാർക്ക് കൃത്യമായിട്ട് അറിയാം. അത് ഒന്നിൽ കൂടുതൽ സ്ത്രീകള് അത് നമുക്ക് കൃത്യമായിട്ട് അറിയുന്ന ഒരു കാര്യമാണ്. കോയെ പറ്റിയിട്ട് പല ആളുകളും പറയുന്നുണ്ട്. ചിലന്തിക്കോയ എന്നും കൂറക്കോയ എന്നും ഒക്കെയാണ് ആളുകൾ പറയുന്നത്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. എന്നാൽ ആരാണ് ഈ കോയ എന്ന് വിശദീകരിക്കേണ്ട കാര്യം ഇവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ പറയുകയാണ്. സിഗരറ്റ് വാങ്ങി വലിക്കാറില്ലേ ആളുകള്? അങ്ങനെ സിഗരറ്റിന്റെ കവറിന്റെ പുറത്ത് അപ്പോയിന്റ്മെന്റ് എഴുതി ജോലിയിൽ പ്രവേശിച്ച ആളാണ് കോയ. വായ്പണ്ടി കോർപ്പറേഷന്റെ ചെയർമാനായിട്ട് വന്ന ആളാണ് ഈ ചെങ്ങായി. മൂപ്പര് ഇവിടെ വന്നിട്ട് ഒരു 6 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും വായില്ല, പിണ്ടിയില്ല, കോർപ്പറേഷനും ഇല്ല, വികസനവും ഇല്ല. ഒരു കുളം കുഴിക്കാൻ ഏറി വന്നാൽ എന്ത് ചെലവാകും? 15 ലക്ഷം രൂപ, 20 ലക്ഷം രൂപ. ചെലവായത് എത്ര? 50 ലക്ഷം. 50 ലക്ഷം രൂപ മുടിച്ച് ഒരു കുളമുണ്ടാക്കി സ്വന്തം പോക്കറ്റ് വീർപ്പിച്ചവനാണ് ഈ കോയ. പോട്ടെ, 40 സമ്മതിച്ചു, 40 ലക്ഷം ആയിരുന്നിരിക്കട്ടെ. ഈ കുളത്തിലെ മണ്ണ് എവിടെ പോയി? മണ്ണ് സ്വന്തം സഹോദരിയുടെ പുരയിടം നികത്തുന്നതിന് വേണ്ടിയാണ് ഈ മണ്ണ് മൊത്തം അടിച്ചത്. ഇതാരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഇങ്ങനെ ഓരോന്ന് പറയാൻ തുടങ്ങിയാൽ കോയയുടെ കാര്യം ഇവിടെ ഒന്നും നിൽക്കില്ല. നിങ്ങൾ പറയണ ഈ ജാതിയുള്ള ഓരോ കുത്തിത്തിരിപ്പിനും വച്ചടി അവര് വികസനത്തിലേക്ക് പോവുള്ളൂ. അവരുടെ ചിന്ത അങ്ങനെ പോവുള്ളൂ. കുളം കുഴിക്കൽ അഴിമതിക്കെതിരെ പൊതുജന പാർട്ടി നടത്തുന്ന ഈ പ്രതിഷേധ റാലിക്ക് എല്ലാവിധത്തിലുള്ള ആശംസകളും നേരുന്നു. ഇതിന്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിച്ചതായും അറിയിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ തടിച്ചുകൂടിയിട്ടുള്ള മുഴുവൻ ഉടുമ്പമലയിലെ മുഴുവൻ ആളുകൾക്കും ഈ പാർട്ടിയുടെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. തുടങ്ങിക്കോട്ടെ ഞാൻ വരാം നമ്മളോട്ടാ. ഇന്നത് കഴിഞ്ഞിട്ട് ഒരു മുടിയാഴ്ച നമ്മുടെ നിയോജക മണ്ഡലത്തിലെ ഒരു ബൈ ഇലക്ഷൻ വരാൻ പോവുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ പൊതുജന പാർട്ടിയുടെ സ്ഥാനാർത്ഥി നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വൻ ഭൂരിപക്ഷത്തിലാണ് ഇവിടെ ജയിച്ചത്. ആ ഒരു വിജയം നമ്മൾ ഇപ്രാവശ്യവും ആവർത്തിക്കണം. അങ്ങനെ രാജുകുളത്തിൽ വിജയിച്ച രാജുകുളത്തിനെ കേന്ദ്രം തീരുമാനിച്ചു MP ആക്കാൻ. അങ്ങനെ MP ആയിട്ട് അദ്ദേഹം മത്സരിച്ചുകൊണ്ടാണ് ഇവിടെ ബൈ ഇലക്ഷൻ വന്നതെന്ന് നമുക്കറിയാം. നമ്മുടെ പൊതുജന പാർട്ടി അന്ന് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുമ്പോൾ നമ്മളെല്ലാവരും ഐക്യകണ്ഠേന തീരുമാനിച്ചത് സത്യശീലനായിരുന്നു. ഈ പ്രാവശ്യവും നമുക്ക് ഒന്നും നോക്കാനില്ല. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ഇപ്രാവശ്യവും പറയുന്നു നമ്മുടെ സ്ഥാനാർത്ഥി സത്യശീലൻ. എല്ലാവർക്കും സമ്മതിയനായിട്ടുള്ള ഒരാളെ വേണമല്ലോ നമ്മൾ തെരഞ്ഞെടുക്കാൻ. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അല്ല നേതാവേ, വനിതാ പ്രാതിനിധ്യത്തിന്റെ കാര്യം നിങ്ങൾ മറക്കരുത്. ഇതിപ്പോ വരുന്നൊക്കെ നിങ്ങളൊക്കെ വിധിച്ചെടുത്താ ഞങ്ങളും പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണല്ലോ. അതെ, വനിതാ സംവരണം ഒരു 100% ആകട്ടെ, എന്നിട്ട് നോക്കാം. അതെ, പഞ്ചായത്ത് ഇലക്ഷൻ വരട്ടെ, സ്ഥാനാർത്ഥിത്വത്തിന്റെ കാര്യമൊക്കെ നമുക്ക് ആലോചിക്കാം. അല്ല നേതാവ്, ഞാനൊക്കെ 10-65 കൊല്ലമല്ലേ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കണം. എന്താ ഞങ്ങൾക്കൊക്കെ എന്തെങ്കിലും കിട്ടിയേക്കണേ? ഇനി എന്നാ ഒന്ന് മത്സരിക്കുക? ഞങ്ങൾക്കും വേണ്ട ആഗ്രഹങ്ങളൊക്കെ ഞങ്ങൾക്കും ഇല്ലേ? 65 വയസ്സായില്ലേ എനിക്ക്. അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എന്തപ്പ നാസിർക്കാർക്ക് ഇവിടെ ഒരു പരിഗണനക്കുറവ്? ഇവിടെ ഏത് കാര്യത്തിലും നിങ്ങളുടെ ഒരു അഭിപ്രായമൊക്കെ നമ്മൾ തട്ടിക്കളഞ്ഞേക്കണേ. നിങ്ങൾക്കൊരു പ്രായം ഉണ്ട് വെച്ചാൽ ആ പ്രായത്തിനെ മാനിച്ചിട്ട് തന്നെയാണ് പാർട്ടി നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങൾ എടുക്കണേ. അറിയാലോ എന്നാ? എന്തേ
എപ്പം പൊളിറ്റീഷ്യനായത്? ഏത് കാലത്ത്? നേതാവേ, വെട്ടും കൊലയും കുത്തും പോലീസ് സ്റ്റേഷനും അത് മാത്രമായിരുന്നു ജീവിതത്തിൽ. വീട്ടിൽ നിന്നോ പുറത്താക്കി, നാട്ടിൽ നിന്നോ പുറത്താക്കി. ഇനി ആ ഇവിടെ മാത്രം അഭയം. പൂ ചോദിച്ചാൽ ഒരു പൂക്കാലം മൊത്തം എടുത്തു കൊടുക്കുകയാണ് നേതാവ്. സ്ഥാനാർത്ഥിയായിട്ട് ഇതാ എല്ലാവരും സമ്മതത്തോടെ ഞാൻ ആയിക്കോളും. അത് ഇജ്ജ് ഒറ്റക്ക് തന്നെ കയ്യടിച്ചിട്ട് കാര്യമില്ല ഉണ്ണേ. ഇജ്ജിപ്പോ ഈ പറഞ്ഞ ബുദ്ധിമുട്ടും പരാതി എന്ന് പറഞ്ഞ ഇജ്ജ് എന്താ മനസ്സിലാക്കണേ? ഇപ്പൊ നേതാവായാലും അനക്ക് കിട്ടാടി തന്നെയാണ്. കാരണം അനക്ക് അതിലാണ് പരിചയം. അങ്ങനെയാണ് നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കണം. അങ്ങനെ നമ്മുടെ നിയോജക മണ്ഡലത്തിൽ നമുക്ക് എല്ലാവർക്കും സമ്മതനായ സത്യശീലന്റെ ലിസ്റ്റ് നമ്മൾ കേന്ദ്ര കമ്മിറ്റിക്ക് അയച്ചു. അല്ല, കയ്യടിക്കാറായിട്ടില്ല, ഞാൻ മുഴുവൻ പറയട്ടെ. അപ്പൊ നമ്മളൊക്കെ പല തീരുമാനങ്ങൾ എടുത്താലും അന്തിമ തീരുമാനം കേന്ദ്ര കമ്മിറ്റിയുടെ തീരുമാനം. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വൻ ഭൂരിപക്ഷത്തോടെ ജയിച്ച നമ്മുടെ രാജു കുളത്തിൽ. അപ്പം അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകാരം അദ്ദേഹത്തിന് സമ്മതനായ പ്രമുഖ വ്യവസായിയായിട്ടുള്ള ശരത്തിനെ മത്സരിപ്പിക്കണം എന്നാണ് കേന്ദ്രത്തിന്റെ തീരുമാനം. അല്ല അതെങ്ങനെ ശരിയാവും? അല്ല അതെങ്ങനെ? അല്ല, കേന്ദ്രത്തിന്റെ തീരുമാനം അതാണ്. നമ്മൾ കൊടുത്തിട്ടുള്ള ലിസ്റ്റിൽ ശരത്തിന്റെ പേരില്ലല്ലോ. പാർട്ടി മെമ്പറാണ്. പാർട്ടി ലിസ്റ്റില് പേരില്ലല്ലോ. അല്ല, പാർട്ടി മെമ്പറായ സ്ഥിതിക്ക് പാർട്ടി അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ നമുക്ക് അത് അംഗീകരിച്ചു. സുഖമായിട്ട് അങ്ങനെ ഒരു കാര്യം കേൾക്കണം. ഇന്നെ പെറ്റിട്ടത് പാർട്ടിയിലേക്കാണ്. അറിയാൻ കേൾക്ക്. ഈ കഴിഞ്ഞ കാലയളവിനുള്ളിൽ പഞ്ചായത്തിൽ മാത്രമാണ് ഞാനൊന്ന് മത്സരിച്ച്. അത് ഞാൻ തോറ്റുപോയി. തോറ്റതല്ല, തോപ്പിച്ചത് എനിക്കറിയാം. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ ഒരു ന്യൂനപക്ഷത്തിന് നിങ്ങൾ പ്രാധാന്യം കൊടുക്കും. അങ്ങനെ പറയുന്നത് ന്യൂനപക്ഷത്തിന് നമ്മുടെ പാർട്ടി ന്യൂനപക്ഷം പറഞ്ഞതുപോലെ തന്നെയുള്ള സീറ്റുകൾ കൊടുത്തിരുന്നു. ഇനിയിപ്പോ അതിലേക്ക് ഇപ്പൊ അന്ന് വനിതാ സീറ്റ് തരാന്ന് പറഞ്ഞു. അല്ല, അന്ന് വേറെ ആളെ നിർത്തേണ്ടി ഇന്നലെ വന്ന ശരത്തിനേക്കാ ഭേദം ഞാനാ. സത്യശീലനാണെങ്കിൽ ഞങ്ങൾ സമ്മതിക്കും. അല്ലെങ്കിൽ ഞങ്ങളെ പോലുള്ള പ്രവർത്തകർക്കാണല്ലോ നിങ്ങൾ സ്ഥാനം തരുന്നത്. നിങ്ങളൊരു പാർട്ടി പ്രവർത്തകയല്ലേ? കേന്ദ്രം പറഞ്ഞതിന്റെ അപ്പുറം നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുമോ? അതെ, ഒരു കാര്യം ഞാൻ പറയട്ടെ. ഈ തീരുമാനം എന്ന് പറയുന്നത് ഇക്കണ്ട ആളുകളെ മുഴുവൻ, നമ്മുടെ ഒപ്പം നിൽക്കുന്ന പ്രവർത്തകരെ മുഴുവൻ വഞ്ചിക്കുന്ന രീതിയിലുള്ള പരിപാടിയാണ്. സത്യശീലൻ പറയുന്നത് ശരിയല്ല. ഞാൻ പറയട്ടെ, ഒന്നും മിണ്ടാതിരിക്കണോ? സത്യശീലൻ പറയുന്നതിൽ എന്താണ് ന്യായമുള്ളത്? പാർട്ടിയിലെ സത്യശീലൻ എന്നോ മൊയ്തു എന്നോ മണ്ടോദരി എന്നോ ഈ സുഗതനെന്നോ ഇല്ല. ആരുമില്ല. പാർട്ടി പറയുന്നതാണ് തീരുമാനം. സത്യശീലൻ ദോഷം ചെയ്യും. അതിൽ എടുത്തു ചാടി ജീവിതം ഇതാക്കിയ പോലെ നിങ്ങളാരും ശ്രമിക്കരുത്. നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടി, പാർട്ടിക്ക് വേണ്ടി ഉറച്ചു നിൽക്കുക. കേന്ദ്രം തീരുമാനിച്ച നേതാവിന് വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കുക. അതാണ് ചെയ്യേണ്ടത്. ഒരു ഗതിയില്ലായിരുന്ന പത്മനാഭന്റെ മോൾക്ക് ഇപ്പോ ഫ്ലാറ്റ് 4. അതേത് മോള്? അതിന്റെ പെണ്ണുമുള്ള അച്ഛൻ ചായക്കട നടത്തി ഫ്ലാറ്റ് മേടിച്ചു കൊടുത്തതിന് തമ്മിൽ എന്താ ബന്ധം? ചായക്കട നടത്തി എന്തോ